എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ളൊരു കോളിഫ്ലവർ പെപ്പർ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇത് ചപ്പാത്തിക്ക് മാത്രമല്ല, ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കോളിഫ്ലവർ വേണം. വളരെ ചെറിയൊരു കോളിഫ്ലവറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി അടർത്തിയതാണ്. ഇത് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി വന്നപ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിലെന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് ഒരുപാടങ്ങ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ചൂടാവണം വെള്ളം. അതുപോലെ തന്നെ കോളിഫ്ലവർ ഒരു പകുതി വേവാവുകയും വേണം. അതിനുശേഷം ഒന്നുകൂടെ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുഴുക്കളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടും. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് കഴുകി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഊറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കറി വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർക്കുന്നത്. കടലമാവ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് മൈദ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല വറുത്ത നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നല്ലൊരു കളറിനും എരിവിനും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമ്മളൊരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അധികം എരിവുണ്ടാവില്ല, പക്ഷേ നല്ലൊരു കളർ കിട്ടും. കുറച്ച് ഗരം മസാല 1/4 ടീസ്പൂണാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് കുരുമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടത് 1 നുള്ള് കായമാണ്. കായം ഒരുപാട് വേണ്ട, 1 നുള്ള് മതിയാകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങയുടെ നീരാണ്. ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു കുഴമ്പ് പരുവത്തിലൊന്ന് ആക്കിയെടുക്കുക. നമ്മളിവിടെ ഒട്ടും എണ്ണയില്ലാതെ ഇത് എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എയർ ഫ്രയറിലാണ് നിങ്ങളിത് പൊരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൂസാകരുത് ബാറ്റർ, കുറച്ച് നല്ല കുഴമ്പായിട്ട് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ബാറ്റർ നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്ത് താഴേക്ക് ഒഴുകിപ്പോവും. നമ്മൾ ഈ പകുതി വേവാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒരുപാട് അങ്ങ് കോട്ട് ചെയ്തിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. വളരെ കുറച്ച് കോട്ടിങ്ങാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സമയം ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ പൊരിക്കാം. അല്ലാതെങ്കിൽ കുറച്ച് എണ്ണയിൽ തിരിച്ചു മറിച്ചു വിട്ടും നിങ്ങൾക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ എയർ ഫ്രയറിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റാണ് ഞാനിത് എയർ ഫ്രൈ ചെയ്ത് എടുക്കാൻ പോകുന്നത്. ഇപ്പം നമ്മളിത് എയർ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. 10 മിനിറ്റ് മുതൽ 12 മിനിറ്റ് വരെ നിങ്ങൾക്ക് നോക്കിയിട്ട് സമയം തീരുമാനിക്കാവുന്നതാണ്. ഇനി നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വലിയ വെളുത്തുള്ളിയാണ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കുരുമുളക്, അത് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർക്കാം. 2 ഏലക്കായ, അതുപോലെ തന്നെ വളരെ ചെറിയൊരു കറുവപ്പട്ടയുടെ കഷ്ണം, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് എടുക്കുക. ഇങ്ങനെ ഇടികളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒരു പൾസൊന്ന് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു പാൻ ഒന്ന് ചൂടാ വന്നപ്പോഴത്തേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ചതച്ച് വെച്ചത് ഇതിലിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. പച്ചമുളകും കുരുമുളകും ഒക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു വലിയ സവാള ആണ് എടുത്തിരിക്കുന്നത്, നീളത്തിൽ അരിഞ്ഞത്. ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 or 3 എണ്ണം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളും കൂടെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ നമ്മളിതിലേക്ക് ഇനി മസാലപ്പൊടി എക്സ്ട്രാ ആയിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മസാല പൊടിച്ചിട്ടുണ്ട്. പകരം നമ്മളൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം അഥവാ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് തുറന്നിട്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കുഴമ്പ് പരുവത്തിൽ നമ്മുടെ മസാല ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ചേർക്കാം. ഞാനിവിടെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇത് എടുക്കുന്നത്, അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം.
നമ്മൾ കോട്ടിങ് ചെയ്തെടുത്തിരിക്കുന്ന കാരണം ഈ ഗോബി നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോറിനും കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്